രാവിലെ ഇങ്ങോട്ട് വരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ? രാവിലെ ആനക്കൂട്ടം ഉണ്ടായിരുന്നു. ആനക്കൂട്ടം മാറിയതിന് ശേഷം ഇതിൻ്റെ മദർ എലിഫൻ്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു 8:30, 8:45 അത് മാറിയത്. അതിനുശേഷം നമ്മൾ കല്ലുകളൊക്കെ മാറ്റി റെസ്ക്യൂ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. എത്ര മണിക്കായത് വിവരം കിട്ടി ഇങ്ങനെ ആന വീണെന്ന്? രാത്രി 3 മണിയോട് അടുപ്പിച്ചാണ്. അപ്പോൾ മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഈ കൂട്ടം ഉണ്ടായിരുന്നു. നേരം വെളുത്തപ്പോഴാണ് കൂട്ടം മാറിപ്പോയത്. രാവിലെ അതിനുശേഷവും 8:30, 9 മണി വരെ മദർ എലിഫൻ്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പടക്കം പൊട്ടിച്ച ഇവിടുന്ന്? പടക്കം പൊട്ടിച്ചെന്നല്ല, അത് അഗ്രസീവായിട്ട് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ സ്റ്റാഫും പടക്കവും മറ്റും വന്ന് പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ നിന്നും ആൾ വന്നാണ് അതിനെ കടത്തി മുകളിലോട്ട് തനിയെ മാറി നിന്നു. ആ സമയത്ത് ഞങ്ങൾ പടക്കം പൊട്ടിച്ച് പിന്നാലെ പോയി മാറ്റി. അത് സ്ഥിരം ഇങ്ങനെ ആനകൾ വരുന്നൊരു സ്ഥലമാണ്? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കിണറ്റിൽ വീണെന്ന് ആദ്യമായിട്ടാണോ? ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് കണ്ടത്. ഇത് യഥാർത്ഥത്തിൽ വനമേഖലയാണോ ഇതിൻ്റെ അടുത്ത്? അല്ല, ഇത് കൂട്ടുകൃഷിക്കായിട്ട് കൊടുത്ത പണ്ട് സർക്കാർ പതിച്ചു കൊടുത്ത സ്ഥലമാണ്. ഇവിടുന്ന് 3 കിലോമീറ്റർ അകലെയാണ് വനം. നമ്മുടെ റെസ്ക്യൂ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ JCB ഉപയോഗിച്ച് അങ്ങനെയാണ്? JCB ഉപയോഗിച്ച് കിണറിൻ്റെ ഏതാണ്ട് അടിത്തട്ട് മീൻസ് ഒരു 5 അടി 6 അടി മുകളിൽ വരെ ഒരു വഴി ഉണ്ടാക്കുക. പിന്നെ അതിലേക്ക് ആനയെ കടത്തി വിടുക, കടത്തി പുറത്തെടുക്കുക, കൂട്ടത്തിനോടുകൂടി കടത്തി വിടുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ആന പൂർണ്ണമായി മുങ്ങുന്നൊരവസ്ഥയിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല? ഇല്ല, ആന സുരക്ഷിതമാണ്, കുഴപ്പമില്ല, വെള്ളമില്ല, കൂടുതലായിട്ടില്ല. കരയ്ക്ക് കയറ്റി കാട്ടിലേക്ക് കയറ്റി? ഓക്കെ. അത് വെറ്റിനറി ഡോക്ടർ പരിശോധിച്ചിട്ട് അത് നിർദ്ദേശം അനുസരിച്ച് ചെയ്യും.